അപ്പോൾ ഇങ്ങനൊരു കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ കഥയിലെ പാലാഴി എന്ന് പറഞ്ഞാലേ പാല് നിറച്ച കടലൊന്നുമല്ല, നമ്മുടെ മനസ്സാണത്. മനസ്സിനെയാണ് പാലാഴിയായി സങ്കല്പിച്ചിരിക്കുന്നത്. ആ മനസ്സ് കടയുക എന്ന് പറഞ്ഞാലോ ധ്യാനിക്കുക എന്നതാണ് അർത്ഥം. അങ്ങനെ ധ്യാനത്തിൽ പൂർണ്ണതയിലെത്തുമ്പോൾ അമൃതാകുന്ന പരമജ്ഞാനം ലഭിക്കും. ഈ മല എന്ന് പറയണത് അല്ലെങ്കിൽ മന്ദര പർവ്വതം എന്നൊക്കെ പറയണത് നമ്മുടെ വിവേകമാണ്. മന്ദരപർവ്വതം വിവേകം. പാമ്പ് നമ്മുടെ കാമ ലോഭ മോഹ വികാരങ്ങളും. നമ്മുടെ വികാരങ്ങളെ ദേവന്മാരാകുന്ന നല്ല ചിന്തകളും ഉണ്ട്, അസുരന്മാരാകുന്ന ചീത്ത ചിന്തകളും ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അങ്ങനെ സദാ വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു തെറ്റ് ചെയ്യാനായി ഒരുങ്ങുമ്പോൾ ഒരു മനസ്സ് പറയും നീ ചെയ്തോളൂ എന്ന്, മറ്റൊരു മനസ്സ് പറയും അയ്യോ അങ്ങനെ ചെയ്യരുതേ, അത് പാപമാണ്, അത് തെറ്റാണ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ എന്നിട്ടാണല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്. അതാണ് നമ്മൾ